ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് തുടങ്ങാം. ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്താണ്? വാക്കുകൾ കൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു പ്രൗഡ് അത് ഫീൽ ചെയ്യും, അല്ലേ? അത് ആ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ലെവലിലേക്ക് നമ്മൾ ആയിത്തീരുന്നു. അപ്രീസിയേഷൻ എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ അതേ വ്യക്തി തന്നെ നമ്മളെ നല്ല രീതിയിൽ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഇകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ്സിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു താഴ്ന്ന രീതിയിലുള്ള ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറുന്നു. അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഫീൽ ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും, നിരാശയായിരിക്കും, അല്ലേ? ഇത് തന്നെയാണ് വാക്കുകളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, അത് നമ്മൾ തന്നെയാണ്, അല്ലേ? മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഒരു പ്രൗഡ് ഉണ്ടാകൂ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കാതെ നമുക്ക് നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലോ? സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയും. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ വാക്കുകൾ തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതേ വാക്കുകൾ നമ്മൾ ഉരുവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അവിടെയും ഈ ഫീലിങ്സിനെ അതുപോലെ കൊണ്ടുവരുവാൻ കഴിയും. നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമുക്ക് വേണ്ടി ചെയ്യുക, വാക്കുകൾ കൊണ്ട്. അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഈ അഫർമേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഉപരി ഒരു ചെറിയൊരു വാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വപ്നത്തെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. വിജയം, സമ്പത്ത്, സന്തോഷം, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ്, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ആണ്. ഈ വിജയം എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് 10,000-കണക്കിന് പ്രാവശ്യം പറയാൻ കഴിയില്ലേ? അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് ഒരു ദിവസം 10,000-കണക്കിന് പ്രാവശ്യം നമുക്ക് പറയാൻ കഴിയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് നമുക്ക് 10,000-കണക്കിന് പ്രാവശ്യം പറയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജയം 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 വിജയം, അല്ലെങ്കിൽ സന്തോഷം 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 എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണോ നമുക്കുണ്ടാകുന്ന ആ ഒരു വികാരം, ആ ഒരു ഫീലിംഗ്, അല്ലേ, ആ ഒരു ഇമോഷൻ നമുക്കവിടെ കൊണ്ടുവരാൻ കഴിയണം, അല്ലേ? വിജയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സക്സസ് ഉണ്ടാകുമ്പോൾ എത്രമാത്രം നമുക്ക് സന്തോഷം ഉണ്ടാകുമോ, അതേ ഒരു സന്തോഷം നമുക്ക് ആ വിജയം എന്ന് പറയുന്ന വാക്കിനോട് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയണം. ആ വാക്കിനോട് നമുക്ക് നീതി പുലർത്തുവാൻ കഴിയണം. വിജയം എന്ന് പറയുന്ന വാക്കിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ആ വിജയത്തിൻ്റെതായിട്ടുള്ളൊരു ഇമോഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നതിലൂടെയാണ്. ഇനി സന്തോഷം എന്ന് പറയുമ്പോൾ, അല്ലേ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഒരു ഔട്ടിങ് പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകും. അതേ സന്തോഷത്തെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ കഴിയണം, ഇവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുവാൻ കഴിയണം. ആ ഫീൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. അപ്പോൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാമോ, 1000-കണക്കിന് പ്രാവശ്യം, 10,000-കണക്കിന് പ്രാവശ്യം ഒരു ദിവസം ഉരുവിടാൻ കഴിയും. ഒപ്പം അതിൻ്റെ ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ആ വാക്കിനോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയണം. ആ ഒരു ഇമോഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് മാറിത്തുടങ്ങും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിക്കുക. പലപ്പോഴും പലയിടത്തും നമ്മൾ സംസാരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫീൽ ഓഫ് ഇമോഷൻസ് ആണ് നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഇപ്പോൾ ചാനൽ ചർച്ചകൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളെന്തെന്നില്ലാത്തൊരു ആത്മരോക്ഷം നമ്മളിലേക്ക് വരുന്നുണ്ട് അല്ലേ? എന്തെന്നില്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് നമുക്കുണ്ടാകുന്നുണ്ട്, എന്തെന്നില്ലാത്ത ഭയം നമുക്കുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇമോഷൻസാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് വേണ്ട കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഫീലോട് കൂടി നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഒരു വിജയിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. സന്തോഷം നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയണം. ആ രീതിയിൽ ഫീൽ ചെയ്യുവാനും അതിനെ നല്ല രീതിയിൽ കാണുവാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.